ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന 3 പിന്നും അത് 3 പിൻ സോക്കറ്റ് നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലോക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലോക്ക് ചില സമയത്ത് ഭയങ്കര പ്രശ്നമായിട്ട് വരാണ്. 3 പിൻ അല്ലാതെ ഉപയോഗിക്കുന്ന 3 പിൻ അല്ലാതെ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ കുത്താനായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ കണ്ട ഇതിങ്ങനെ അകത്തിയാൽ മാത്രമേ നമുക്ക് മൊബൈലിൻ്റെ ചാർജർ അതിൻ്റെ അകത്ത് കുത്താൻ സാധിക്കുകയുള്ളൂ. ചില സമയത്ത് നമ്മൾ അമർത്തി കുത്തുന്ന സമയത്ത് ചാർജറിൻ്റെ ആ പിന്നുകളൊക്കെ ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും പ്രശ്നങ്ങളില്ലാത്ത ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ ലോക്ക് നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്ത് മാറ്റിക്കളയാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ അത്യാവശ്യം എല്ലാ പ്ലഗ് സോക്കറ്റുകളും എല്ലാം തന്നെ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന മോൾഡിങ് ഉണ്ട്, ആ മോൾഡിങ്ങിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിങ് ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. അതിൻ്റെ അകത്ത് ലോക്ക് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. പുറത്തെടുത്തതിന് ശേഷം ഒന്ന് അകത്തി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ലോക്ക് കറക്റ്റായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരും. കണ്ടോ, ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ്, അത് കറക്റ്റായിട്ട് പുറത്തേക്ക് വരും. കണ്ടോ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇനി അതിൻ്റെ വരുന്ന ആ ലോക്ക് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് അതിൻ്റെ ലോക്ക്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ 3 പിന്ന്, അതായത് എർത്ത് പിന്ന് അതിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകൾ വശം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം കണ്ടോ. ഇത് ഈ ലോക്കിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. ഇതിന് ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ആക്ഷൻ കൂടി ഉണ്ട്, സ്പ്രിങ് കൂടി ഉണ്ട്. ആ സ്പ്രിങ് നമ്മളെടുത്ത് മാറ്റണം. ഈ ലോക്ക് ഇതുപോലെ തന്നെ പതുക്കെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നകത്തുനിന്ന് ആ ലോക്കും ആ ലോക്ക് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെയാണ് എല്ലാ അത്യാവശ്യം വരുന്ന എല്ലാ പ്ലഗ് സോക്കറ്റിലും ഇതിൻ്റെ അകത്ത് വരുന്ന ലോക്ക് ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ആ ലോക്ക് അതിൽ നിന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് പതുക്കെ എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്കത് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോക്ക് മാറ്റിയതിന് ശേഷം കണ്ടോ, ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ലെവലിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുത്താൻ പറ്റുന്ന രീതിയിലായി മാറിക്കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പവർ പ്ലഗ്ഗാണ്, സാധാ പ്ലഗിലാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, അതിൻ്റെ പ്ലാസ്റ്റിക് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ബ്രാസിൻ്റെ മെറ്റീരിയൽസാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയാണിത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ലോക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് സേഫ്റ്റിയാണ് ഫസ്റ്റ്. കാരണം സേഫ്റ്റി ഗുണങ്ങളുണ്ട്. കാരണം കുട്ടികൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇരുമ്പിൻ്റെ അത് എന്തെങ്കിലും മെറ്റീരിയൽസോ കാര്യങ്ങളോ കുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആ ലോക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കതൊരു വലിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാറുണ്ട്. ചില ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ 3 പിന്നുകൾ ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ചില ഏരിയകളിൽ നമുക്ക് എല്ലാ പ്ലഗുകളല്ല, ചില ഏരിയകളിൽ നമ്മളത് മാറ്റിക്കളയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിൽ അടപ്പ് കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ പോലത്തെ പ്ലഗ്ഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ചില ഏരിയകളിൽ, അതായത് കുട്ടികളുടെ കയ്യെത്താത്ത ഏരിയകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കുട്ടികളുടെ കയ്യെത്തുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ആ ലോക്കുള്ള പ്ലഗ്ഗുകൾ തന്നെ ഉപയോഗിക്കാം, ലോക്ക് മാറ്റാതെ ഉപയോഗിക്കാം. അല്ലാത്ത ഏരിയകളിലൊക്കെ നമുക്ക് അത്യാവശ്യം വരുന്ന ഏരിയകളിലേക്കാണ് നമുക്ക് ലോക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ ലോക്ക് വിടിയിക്കാം. ഇനി ലോക്ക് വരുന്ന സമയത്ത് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോക്ക് കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതുപോലെ തന്നെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ലോക്ക് തിരിച്ച് അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കിൻ്റെ സിസ്റ്റം നമുക്ക് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മോഡുലാറിൻ്റെ പ്ലേറ്റാണ് വരുന്നത്. മോഡുലാറിൻ്റെ പ്ലേറ്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് അതിനെ അമർത്തി കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്ലഗ് സോക്കറ്റായി ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ പ്ലഗ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളരെ സിമ്പിളായി കഴിഞ്ഞു. അതുമാത്രമല്ല എൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്ന ഇതാണ് അതിൻ്റെ അവസ്ഥ വരുന്നത്. ഫൈനൽ സ്റ്റേജിൽ വരുന്നത് അത്യാവശ്യം എല്ലാ മോഡൽ സ്വിച്ച് ലെഗ്രാൻഡ്, അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ, GM, അതുപോലെ എല്ലാ മോഡൽ സ്വിച്ചുകൾക്ക് ഇതുപോലെ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് സിസ്റ്റം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് തിരിച്ചു വെക്കണമെങ്കിൽ തിരിച്ചു വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ലോക്കിൻ്റെ സിസ്റ്റം നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കണമെങ്കിൽ സേഫ്റ്റി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടികളുടെ കയ്യെത്തുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ഉപയോഗിക്കാം. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന ഏരിയകളിൽ നമുക്ക് എങ്ങനെ പ്ലഗ് സോക്കറ്റിൻ്റെ ലോക്ക് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ലോക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ലോക്ക് എങ്ങനെ എടുത്ത് മാറ്റാമെന്നും എങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ആവശ്യപ്പെടുന്ന ആളുകൾക്ക്, അതായത് ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്തും കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.